ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം നോമ്പ് കാലത്തിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഈ ഒരു ആഴ്ചക്കാലം നമ്മൾ നോമ്പ് എങ്ങനെ ഫലപ്രദമായിട്ട് എടുക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചക്കാലമായിരുന്നു. നോമ്പ് കാലത്തെ ആത്മീയതയുടെ വസന്തകാലമായിട്ട് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ ഒരുവനെ പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിക്കുവാൻ ദൈവം നൽകുന്ന ഇടപെടലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. വിശുദ്ധ ബേസിലിൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ ആത്മീയ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ഒരുവൻ നടത്തുന്ന പ്രാർത്ഥനയാകുന്ന മരുഭൂവാസമായിട്ടാണ് നോമ്പുകാലത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുക. അങ്ങനെയെങ്കിൽ നോമ്പുകാലം പ്രാർത്ഥനയുടെയും ആത്മീയമായ ഒരു ഒരുക്കത്തിൻ്റെയും കാലഘട്ടമാണ്. ഏവർക്കും ഈ നോമ്പുകാലത്തിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ നേരിടുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുക. എങ്ങനെയാണ് ഈ നോമ്പുകാലം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുവാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ ഇന്ന ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ദൈവത്തോട് ചേർന്നിരിക്കുക, അങ്ങനെ ദൈവത്തിൻ്റെ ചൈതന്യം സ്വന്തമാക്കിയെടുക്കുക. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടും. മോശ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മോശ മരുഭൂമിയിൽ ഒരു മലമുകളിൽ 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ ശേഷം, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന ശേഷം താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന രംഗങ്ങളാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ആ അവസരത്തിൽ മോശയുടെ മുഖത്തെക്കുറിച്ചുള്ള ഒരു സൂചന അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോശയുടെ മുഖം തേജോമയമായി. അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട്, മോശയുടെ മുഖം പ്രകാശപൂരിതമായി. മോശയുടെ മുഖത്തിൻ്റെ ശോഭ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനവും അഹ്റോനും മോശയെ സമീപിക്കുവാൻ ഭയപ്പെട്ടു എന്നും നമ്മൾ ഈ വചനഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ ചൈതന്യം മുഖത്തിലും ജീവിതത്തിലും കൊണ്ടുവന്ന മോശയാണ് നമുക്ക് ഈ ചിന്തയിൽ മാതൃകയാക്കേണ്ട വ്യക്തി. മോശ എങ്ങനെയാണോ ദൈവാനുഭവം സ്വന്തമാക്കിയത്, അതേ രീതിയിൽ തന്നെ ദൈവാനുഭവം സ്വന്തമാക്കാനുള്ള അവസരമാണ് ഈ 50 നോമ്പ് നമുക്ക് പ്രദാനം ചെയ്യുക. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നല്ലതണ്ണി എന്ന സ്ഥലത്ത് ഒരു കാട്ടിനുള്ളിൽ താമസിക്കുന്ന 3-4 സന്യാസിമാരെ കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഏകദേശം 22 വർഷക്കാലമായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് അവർ പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുകയാണ്. അവിടെ എത്തുന്ന എല്ലാവർക്കും അവരുടെ സംസാരവും അവരുടെ ആ പെരുമാറ്റ ശൈലിയുമെല്ലാം വലിയ ആശ്വാസമായിട്ട് മാറുന്നുണ്ട്. ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കുന്ന സന്യാസിമാർ. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിലും നമ്മളും ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവ് തൻ്റെ അടുക്കലേക്ക് വരുന്നവരോട് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. എങ്ങനെയാണ് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കണം. ഒന്ന്, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തമാണ്. നമുക്ക് വേണ്ടി രക്ഷകനായ ഈശോ മിശിഹ സ്വന്തം ജീവിതം ബലിയായി നൽകിയതിൻ്റെ ഓർമ്മയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആഘോഷിക്കുക, ഓർക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി നമുക്ക് വേണ്ടി നൽകപ്പെട്ടത് ഈശോയുടെ ജീവിതം തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാനയെ അഗാധമായി സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. നോമ്പ് കാലത്ത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ വീടിൻ്റെ അടുക്കലാണെങ്കിൽ നമുക്കതിന് സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഇനി അല്പം ദൂരെയാണെങ്കിൽ നമുക്ക് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥന, നമ്മുടെ വീടുകളിലെ സന്ധ്യാപ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ഒത്തിരി നന്മയിലേക്ക് നയിക്കുന്ന ഘടകമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറയച്ചൻ ഇങ്ങനെ പറയുക: കുടുംബത്തിലെ കുർബാനയാണ് കുരിശുവരയെന്ന്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥ വായന. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്നെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പിശാചനോട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈശോയോട് പറയുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ, ചിന്തകളെ നിയന്ത്രിക്കുവാൻ, നമുക്ക്
ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ നേരിടുവാനുള്ള ശക്തിക്ക് വേണ്ടിയൊക്കെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധമാണ് വചനം. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ വചനമാണ് നമ്മളെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്രയിലൊക്കെ നമ്മെ സഹായിക്കുന്ന ഘടകം. അപ്പോൾ വിശുദ്ധ കുർബാന, സന്ധ്യാപ്രാർത്ഥന, അതുപോലെ തന്നെ വചനവായന തുടങ്ങിയുള്ള ആത്മീയ കൃത്യങ്ങളെല്ലാം നമുക്ക് ഈ നോമ്പ് കാലത്ത് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവാം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. അതായത് കല്ലാണ്, എന്നാൽ കല്ലിന് സൗരഭ്യം നൽകുന്നത് മുല്ലപ്പൂവിൻ്റെ ഒപ്പമുള്ള വാസമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ നോമ്പ് കാലത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ശോഭ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. മോശ എങ്ങനെയാണോ ദൈവത്തിൻ്റെ തേജസ്സുള്ളവനായി മാറിയത്, അതുപോലെ തന്നെ ഈ നോമ്പ് കാലത്തിലും നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം പേറുവാനായിട്ട് പരിശ്രമിക്കണം. നമുക്കറിയാം മറ്റുള്ള മതസ്ഥരെ എങ്ങനെയാണ് നോമ്പെടുക്കുക. ഒരു മുസ്ലിം സഹോദരൻ നോമ്പെടുക്കുന്ന അവസരത്തിൽ ഉമിനീര് പോലും എടുക്കാതെ അവർ തൻ്റെ ദൈവത്തോടുള്ള കടമ നിറവേറ്റുന്നു. ഒരു ഹൈന്ദവ സഹോദരൻ മല കയറുന്ന മുമ്പായിട്ട് മാല ഇടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരെ അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുക സ്വാമി എന്നാണ്. എന്താണ് സ്വാമി എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം? ഒരു ദൈവിക സങ്കല്പമാണ്. ഒരു മനുഷ്യൻ ദൈവമായി മാറുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ട് അവൻ ജീവിക്കുകയാണ്. ആ സമയത്തൊരു വാക്ക് മോശമായിട്ട് സംസാരിക്കുകയോ ഒരു കാര്യം മോശമായിട്ട് പെരുമാറുകയോ ചെയ്യുകയില്ല, മറിച്ച് ഒരു ദൈവിക പരിവേഷത്തോടുകൂടി അവൻ ജീവിക്കുകയാണ്. ഈ നോമ്പ് കാലവും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കിയെടുക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. അതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്, പാപത്തെ വെറുത്തുപേക്ഷിക്കുക. ഈ നോമ്പ് കാലത്തിൽ നമ്മളെല്ലാവരും കരുതി വച്ചിരിക്കുന്ന ചിന്ത ഇപ്രകാരമായിരിക്കാം, ഇഷ്ടപ്പെട്ട ഭക്ഷണസാധനങ്ങൾ വർജിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന്. എന്നാൽ അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്നുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നല്ലത് ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് നീ ഓർത്തുകൊള്ളുക, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ആത്മീയ മേഖലകളിൽ തിന്മയുടെ സ്വാധീനം എങ്ങനെയാണ് നമ്മളെ പിടിമുറുക്കുക എന്ന്. തിന്മ ഒരു യാഥാർത്ഥ്യമായിട്ട് തുടരുമ്പോഴും നമുക്ക് ഈ നോമ്പ് കാലത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യം തിന്മയെ മറികടക്കുക എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. പൗലോസ്ലീഹ എഫേസ്യരോട് പറയുന്ന ഒരു ഉപദേശമാണ്. ഈ നോമ്പ് കാലത്തിലും നമ്മളെ ഈ ഒരു വചനം ഒത്തിരി സ്വാധീനിക്കണം. തിന്മ ഉപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നോമ്പ് കാലം കൊണ്ട് തിരുസഭ ഉദ്ദേശിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. ആകയാൽ പാപം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാനായിട്ട് ഈ കാലങ്ങളിൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ഒരു പരിപൂർണതയിലേക്ക് വളരുവാനായിട്ടാണ് ഈ നോമ്പ് കാലം നമ്മളെ ക്ഷണിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. ഈ നോമ്പുകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിസ്തൃതമായ വഴി ഉപേക്ഷിച്ച് ലോകത്തിൻ്റെതായ സുഖങ്ങൾ വെടിഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുക എന്നാണ്. ഈ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമായിട്ട് തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ രണ്ട് ചിന്തകൾ, ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തിൻ്റെ തേജസ് സ്വന്തമാക്കുക, ഒപ്പം പാപം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരുക. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ നോമ്പുകാലത്തിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ല നോമ്പിൻ്റെ ദിവസങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.